ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ KKR വേഴ്സസ് RCB മത്സരത്തിന്റെ പ്രിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്യാപ്റ്റൻസി ചേഞ്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. RCBയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ക്യാപ്റ്റനായിട്ട് പട്ടിദാർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. KKRലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രഹാനെ ക്യാപ്റ്റനായിട്ട് രഹാൻ. വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ പട്ടിദാറിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡൊമസ്റ്റിക്കിൽ അതെ അതെ ഓഫ് കോഴ്സ് ഡൊമസ്റ്റിക്കിൽ മധ്യപ്രദേശിനെ ഫൈനലിൽ കളിപ്പിച്ചിട്ടുണ്ട്. SMATയിൽ ആ ഫൈനലിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ മുംബൈ കയറി തോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലായ്മ ഇല്ല അവിടെ. പക്ഷെ ഇങ്ങനെ ഒരു വലിയ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ ആവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അതെ എന്താണ് അതെ 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 പുള്ളി പട്ടിദാർ മധ്യപ്രദേശിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. മറ്റേ സയ്യിദ് മുസ്താഖിലിയാണെന്നോ എനിക്ക് തോന്നണം. അതെ 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 പിന്നെ രഹാനെ രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് രഹാനയ്ക്ക് തന്നെയാണ്. പിന്നെ ഫ്രഷ് ആയിട്ട് സ്ക്വാഡിനെയാണ് RCB വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു സീസൺ കളിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റേതായ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി നേരിടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളിക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കോഹ്ലി ഉണ്ട്. Yeah. വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പട്ടിദാർ. എന്തായാലും നമുക്ക് വന്ന വഴി നോക്കാം. കാത്തിരുന്ന് തന്നെ കാണണം. ഇനിയിപ്പോ പിച്ച് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു പാരഡൈസ് ആയിട്ടുള്ള ഈഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങില് 204 അതെ അതെ 204 എന്തോ ആണ് അവിടുത്തെ ആവറേജ് സ്കോർ വരുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാറ്റേഴ്സിന്റെ പാരഡൈസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത്. സോ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു സ്ക്വാഡാണ് RCB. അവരെ സംബന്ധിച്ച് ഈഡൻ ഗാർഡൻസിൽ കളിക്കുക എന്ന് പറയുന്നത് ടീം സിങ്കാവൻ ആദ്യത്തെ മത്സരം കളിക്കേണ്ടി വരും ഇവിടെ എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. ആൻഡ് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 93 മാച്ചിൽ അവിടെ ഈഡൻ ഗാർഡൻസിന്റെ മത്സരം നടന്നതിൽ 38 എണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ബോൺ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബാറ്റിംഗ് ബോൺ ചെയ്തിരിക്കുന്ന 55 മാച്ചുകൾ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ചേസിംഗ് സൈഡ് ഉള്ള ഒരു ഗ്രൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് വിന്റെ ചേസിനാണ് കൂടുതൽ. ഇപ്പൊ RCB വേഴ്സസ് KKR നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 5 മാച്ചസിൽ അവരിൽ 4 തവണ KKR വിൻ ചെയ്തു. ഒരു തവണ RCBക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ 2 മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ഒരു റൺസിന് ആയിരുന്നു ഇവര് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. KKR വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ മറ്റു മാച്ചിൽ നല്ല അഡ്വാൻറ്റേജിൽ തന്നെയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് പ്രീവിയസ് ഹെഡ് ടു ഹെഡുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ KKRന് തന്നെയാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസും സ്ക്വാഡ് ഉണ്ടാവും. കാരണം ആ ഒരു കോർ ആയിട്ടുള്ള സ്ക്വാഡ് ഇപ്പോഴും നിലവിൽ KKRനുണ്ട്. RCB പുതിയതായിട്ട് ബിൽഡ് ചെയ്ത ഒരു ടീമാണ്. അപ്പൊ അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഇത് അവർക്ക് ഫസ്റ്റ് മാച്ച് ജയിക്കുക അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. അതായത് ഇപ്പൊ ഇനി ഫസ്റ്റ് മാച്ചിൽ എന്തെങ്കിലും ഇപ്പൊ തോൽവി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവര് ചേഞ്ചസ് വരും. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫസ്റ്റ് മാച്ച് ജയിച്ചവരുടെ കോൺഫിഡൻസും അവരുടെ 11ഉം അതേപോലെ തന്നെ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാനായിരിക്കും അവർ നോക്കുക. അതെ അതെ പിന്നെ ഈ ഷഫ്ലിംഗ് ഉണ്ടായാൽ തന്നെ ടീം സിങ്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. തോറ്റ് ഷഫ്ലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്ന് സെറ്റ് ആവാൻ ഒരു 4 to 5 മാച്ച് എടുക്കും. അപ്പൊ തന്നെ ലീഗിന്റെ ഒരു മേജർ പോർഷൻ കടന്നു പോകും. അതും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആകെ 14 മാച്ചിൽ ഇപ്പൊ 4 മാച്ച് ഫസ്റ്റ് മാച്ച് പ്ലേ ചെയ്യേണ്ടി വരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാലേ ആ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതൽ തന്നെയാണ്. കൂടുതലായാണ് ഇതിപ്പോ ഇവയെ കളിക്കുമ്പോ പവർ ഹിറ്റേഴ്സ് ആണ് കളി വരാൻ പോകുന്നത്. പിന്നെ ഈ പിച്ച് കണ്ടീഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യം ബാറ്റേഴ്സിന്റെ ഗുണം ചെയ്തിട്ട് പിന്നെ സ്പിന്നേഴ്സ് പതുക്കെ കൺട്രോൾ കൊണ്ടിരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ രണ്ട് ടീമിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവർ യൂസ് ചെയ്യാൻ സാധ്യത RCB യൂസ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയർ ആണ് സുയാഷ്. KKRന്റെ ഫോമർ പ്ലെയർ ആണ്. ഗ്രൗണ്ടിൽ ചിലപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത തോന്നുന്നുണ്ട് ആൾക്ക്. നമ്മളിപ്പോ ലാസ്റ്റ് 5 ഇയേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ആവറേജ് സ്കോർ തന്നെ 204 ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് അല്ല, ലാസ്റ്റ് 5 T20യിൽ 204 ആണ് അവിടുത്തെ ആവറേജ് സ്കോർ വരുന്നത്. അതിൽ 45 വിക്കറ്റ് മൊത്തം വീണ്ടുണ്ട് അവിടെ. 45 വിക്കറ്റിൽ 27 വിക്കറ്റ് പേസിനും ബാക്കി 18 വിക്കറ്റ് സ്പിന്നിനുമാണ്. ഇപ്പൊ പണ്ടത്തെ ടൈപ്പ് ഒരു ഈഡൻ ഗാർഡൻസ് വിക്കറ്റ് അല്ല. ഇപ്പൊ ബാറ്റിംഗിന് കുറച്ച് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ മൊത്തത്തിൽ ഏത് സ്റ്റേഡിയത്തിലേക്ക് എടുത്തു നോക്കിയാലും റൺസ് ഒഴുകുന്ന സ്റ്റേഡിയങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈഡൻ ഗാർഡൻസ് ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ. 200+ ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിലും 200-ന് മേളിലാണ് മിക്ക മാച്ചസും വന്നത്. പഞ്ചാബ് ചേസ് ചെയ്ത മാച്ച് ആണെങ്കിലും RCB ആയിട്ടുള്ള മാച്ച് ആണെങ്കിലും SRH ആയിട്ടുള്ള മാച്ച് ആണെങ്കിലും എല്ലാം ക്ലോസ് ആയിട്ടുള്ള മാച്ചാണ്. അതെല്ലാം 200 എബോവ് റൺ വന്നതാണ്. ഇതെല്ലാം ചേസ് ചെയ്യപ്പെടാനും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതായത് പറയുന്നുണ്ടെങ്കിലും ഇവിടെ രണ്ട് രീതിയിലും ഗെയിം പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോ RCBയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫിൽ സാൾട്ട് തന്നെയായിരിക്കും അവിടെ ഓപ്പണിംഗ് വരിക വിരാട് കോഹ്ലിക്കൊപ്പം. കാരണം ഓൾഡ് KKR പ്ലെയർ ആണ്. KKRന് വേണ്ടി കഴിഞ്ഞ സീസണിൽ മനോഹരമായിട്ട് കളിച്ചിട്ടുള്ള താരമാണ്. 12 മാച്ചിൽ 430 റൺസാണ് താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, പുള്ളിയുടെ ഈഡൻ ഗാർഡൻസിലെ റെക്കോർഡ് നമ്മൾ നോക്കേണ്ടതാണ്. പുള്ളി 5 മാച്ച് കളിച്ചതിൽ പുള്ളിയുടെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. അതെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 200 ആണ്.
അപ്പൊ തന്നെ ഒരു കീ പ്ലെയർ ആണ് RCBയുടെ ഒരു കീ പ്ലെയർ ആണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. അതെ ഈ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിലും 182 സ്ട്രൈക്ക് റേറ്റിൽ 40 ആവറേജിലാണ് പുള്ളി കഴിഞ്ഞ സീസൺ പോലും ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ അപ്പോ എന്തായാലും RCBയുടെ ഒരു ഓപ്പണിംഗ് സൈഡിലെ ഒരു ജെമ്മാണ് പുള്ളി. അവിടെ എടുത്തു വെച്ചേക്കുന്ന ഓപ്പണറാണ് പുള്ളി. വിക്കറ്റ് കീപ്പറും പുള്ളി തന്നെ ആയിരിക്കും. പിന്നെ ഒരു സൈഡിൽ കോഹ്ലി ഉണ്ട്. 2024 പുള്ളിക്ക് നല്ല സീസൺ തന്നെയായിരുന്നു. നല്ല സ്ട്രൈക്ക് റേറ്റ് വന്ന ഒരു സീസൺ ആയിരുന്നു. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. 154 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. 61.75 ആവറേജ്. സോ ഫിൽസാൾട്ട് പ്ലസ് കോഹ്ലി കൂട്ടുകെട്ട് എന്ന് പറയുന്ന RCBക്ക് വലിയൊരു വെപ്പൺ ആയിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ ആയിരിക്കും. അതെ സോൾട്ട് അഗ്രസീവ് ആയിട്ട് കളിക്കുമ്പോ കോഹ്ലി ഒരു ആങ്കർ റോൾ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആ ഒരു ടൈപ്പ് ഒരാൾ ആങ്കർ റോൾ ചെയ്യാൻ വേണമല്ലോ. ആ ഒരു ടൈപ്പ് അവരുടെ 11 മെയിൻ ആയിട്ട് ഇപ്പൊ കോഹ്ലി ഓപ്പൺ ചെയ്യുമ്പോൾ ആങ്കർ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കോഹ്ലിയുണ്ട്. പിന്നെ ബാക്കി എല്ലാ പ്ലേയേഴ്സും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണ്. പിന്നെ ഈ ഒരു സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടിദാർ ചിലപ്പോൾ ആ ഒരു സൈഡ് വൺ ഡൗൺ പൊസിഷനിൽ, അതായത് ഓപ്പണേഴ്സിന് ആ ഒരു ഫ്രീഡം കൊടുത്തിട്ട് RCBക്ക് ഇതിപ്പോ ഇപ്രാവശ്യം നല്ല മിഡിൽ ഓർഡർ ഉണ്ട്. സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. ലൈക്ക് ആ ടോപ്പ് ഓർഡർ കളിച്ചില്ലെങ്കിൽ മിഡിൽ ഓർഡർ കളിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിൽ ഗെയിം വരാൻ സാധ്യതയുണ്ട്. അതായത് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും ടോപ്പ് ഓർഡറിൽ. പട്ടിദാറിനാണെങ്കിൽ ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന താരമാണ്. നമ്പർ 3 മിക്കവാറും എനിക്ക് തോന്നുന്നത് ദേവദത്ത് പടിക്കലായിരിക്കും. എനിക്ക് തോന്നണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് പൊസിഷനിലാണ് ദേവദത്ത് പടിക്കലിന്റെ പൊട്ടൻഷ്യൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. പൊസിഷനിലേക്ക് വന്നാൽ എങ്ങനെ ആവും അറിയില്ല. ആള് സ്ട്രഗിൾ ചെയ്യുന്ന നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. പവർ പ്ലേയിലാണ് പുള്ളി ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മൾ രഹാനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ദേവദത്ത് പടിക്കലിന്റെ കാര്യം. പുള്ളി ഇച്ചിരി ഓർത്തഡോക്സ് ഷോട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. പുള്ളി ഇച്ചിരി ഇതായിട്ട് നമ്മള് നമ്പർ 3യിലും RRന് വേണ്ടിട്ട് കളിക്കും. RRന് വേണ്ടി കളിച്ചപ്പോഴും നമ്പർ 3 അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി. എനിക്ക് തോന്നുന്നു കാണാൻ സാധിക്കുന്ന ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ ഓപ്പണിംഗ് ആയിരിക്കും. അതെ പക്ഷെ കോഹ്ലി സോൾട്ട് അവിടെ ഉള്ളപ്പോ പടിക്കല് ഓപ്പണിംഗ് ചാൻസ് ഇല്ല. മിക്കവാറും നമ്പർ 3 വരാൻ തന്നെ എനിക്ക് സാധ്യത കൂടുതൽ. വേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേറെ പ്ലെയർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ലെവലിൽ അങ്ങനെ ഒരു താരം പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. എന്റെ താരം ഇല്ലായിരുന്നു. ഞാൻ അവിടെ വൺ ഡൗൺ ആയിട്ട് നമ്പർ 4ലാണ് ഞാൻ പട്ടിദാറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് പിന്നെ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് നമ്മുടെ പട്ടിദാർ. അപ്പൊ ഒരു 8 ഓവർ അല്ലെങ്കിൽ 7 ഓവർ ആ ടൈം ആവുമ്പോ ഇവർ 2 വിക്കറ്റ് പോയാലും പട്ടിദാർ വന്നു കഴിഞ്ഞാൽ 200-ന് 200 സംതിങ് എനിക്ക് തോന്നാ 212 കണ്ടാണ് പുള്ളി 2 മാച്ച് KKR അവിടെ, അതായത് ഈഡൻ ഗാർഡൻസ് കളിച്ച് പുള്ളിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 82 സ്ട്രൈക്ക് റേറ്റ് 212. അപ്പൊ സ്പിന്നേഴ്സിന് അത്രയ്ക്ക് എന്താണ് ഒരു ദാക്ഷിണ്യമില്ലാതെ തല്ലാൻ പറ്റുന്ന കൺട്രോൾ ഓവർ സ്പിന്നേഴ്സ് അത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. എസ്പെഷ്യലി ഈഡൻ ഗാർഡൻസിലേക്ക് വരുമ്പോൾ അത് വേണ്ടതുമാണ്. പിന്നെ ശ്രേയസ് അയ്യറിനെ പോലെ തന്നെ സ്പിന്നെ നല്ലപോലെ നേരിടുന്ന മറ്റൊരു ഇന്ത്യൻ ബാറ്റർ ആയിട്ട് പുള്ളി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്പിന്നിന് പോലും നല്ലൊരു കൺട്രോൾ പുള്ളിക്കുണ്ട്. പിന്നെ അടുത്ത RCB ബാറ്റർ എന്ന് പറയുന്നത് ലിവിങ്സ്റ്റൺ ആണ്. ലിവിങ്സ്റ്റണിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു പവർ ഹിറ്റർ ആണ്, പുള്ളിയാണ്. പക്ഷേ കുറച്ചായിട്ടൊരു ആഫ്റ്റർ ഇവർ പിക്ക് ചെയ്തതിനു ശേഷം നല്ല ഇന്നിംഗ്സുകൾ ലിവിങ്സ്റ്റന്റെ ബാറ്റിൽ വന്നിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഫോം ഡിഫൻസ് ആണ്. പുള്ളി കളിച്ചാൽ ഉറപ്പായിട്ടും ഇവർക്ക് സ്ട്രോങ് ആയിട്ടൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ലൊരു ചേസിന് പോകാൻ സാധിക്കും. പിന്നെ ഓഫ് കോഴ്സ് ടിം ഡേവിഡ് വരുന്നുണ്ട്. ടിം ഡേവിഡിന്റെ കാര്യം ജിതേഷ് ശർമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടും തോന്നുന്നുണ്ട്. പുള്ളിയുടെ ചില ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ. പുള്ളിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സീസൺ. ഇവരുടെ മിഡിൽ ഓർഡർ ഭയങ്കര വിഷയമാണ് RCBയുടെ. സ്ട്രോങ് ആണ്. ടോപ്പ് ഓർഡറിൽ ഗെയിം, അതായത് ടോപ്പ് ഓർഡർ ഇപ്പൊ കോഹ്ലിക്കൊക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ ആയിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അവരുടെ കാര്യത്തിൽ നിന്ന് ഗെയിം വന്നാലും മിഡിൽ ഓർഡറിൽ ഗെയിം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. മിഡിൽ ഓർഡറിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ ഉണ്ട്. മെയിൻ ആയിട്ട് ഇത്രയും ബാറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. അതെ അത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പാണ്ഡ്യ ഒരു ഓൾറൗണ്ടർ, ലിവിങ്സ്റ്റൺ ഒരു ഓൾറൗണ്ടർ. അപ്പൊ 2 ഓൾറൗണ്ടേഴ്സും ബാക്കി അത്ര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത്. അതെ ഇനിയിപ്പോ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് ആയിട്ട് അവിടെ എനിക്ക് തോന്നുന്നത് സ്വപ്നിൽ 11 ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ സ്വപ്നിൽ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു RCB ഓൾമോസ്റ്റ് എല്ലാ മാച്ചും പുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എക്കോണമി അവരുടെ ലക്കി ചാമാണെന്നൊക്കെ പറയണം. എനിക്ക് തോന്നുന്നു സ്വപ്നിൽ 11 ഉണ്ടാവും തോന്നുന്നു. അതെ പിന്നെ കൃണാൽ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഉണ്ടാകാൻ സാധ്യത കുറവാന്ന്. കൃണാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ്, സ്വപ്നിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ്. അപ്പൊ 2 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെ കളിപ്പിക്കാൻ സാധ്യത കുറവാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. സുയാഷ് ആയിരിക്കും ഉണ്ടാകുക. കൃണാൽ പാണ്ഡ്യ ഒരു ഡിഫൻസീവ് സ്പിന്നർ ഉണ്ട് അവിടെ. പിന്നെ വീണ്ടും ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള സ്പിന്നർ ആവശ്യമില്ല. ഒരു അറ്റാക്കിംഗ് സ്പിന്നർ ആയിട്ട് സുയാഷ് ശർമ്മ വരും. അതാണ് എനിക്ക് തോന്നുന്നത്. 2 സ്പിന്നേഴ്സ് അവിടെ ഉണ്ടാവും. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ട് യാഷ് ദയാല്,
ഇവിടെ ഹേസൽവുഡ്, എന്തായാലും സുയാഷ് ശർമ്മ പിന്നെ ഇടാതിരിക്കാൻ ഭുവനേശ്വർ പറ്റില്ല. കുമാർ. സുയാഷ് ശർമ്മ ആ ഇപ്പോഴേക്കും എസ്പെഷ്യലി ഈഡൻ ഗാർഡൻസിൽ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. സോ സുയാഷ് ശർമ്മ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ യാഷ് ദയാൽ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്. എനിക്ക് പ്രോമിസിംഗ് ആയിട്ടൊരു പവർ പ്ലേ സ്റ്റാർട്ട് ബോളിംഗ് സൈഡിൽ ഇവരെ തോന്നുന്നുണ്ട്. അതെ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡും അപ്പുറത്ത് രണ്ട് എൻഡിൽ നിന്നും അത്യാവശ്യം നല്ല നന്നായി ബോൾ ചെയ്യും. പിന്നെ പിന്നെ യാഷ് ദയാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് അവർ ആ പ്ലേ ഓഫിലേക്ക് വന്ന സമയത്തെ കളിയൊക്കെ അടിപൊളിയായിരുന്നു. ആ കോൺസിക്യൂട്ടീവ് വിന്നിലൊക്കെ നല്ല ഇമ്പാക്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഡെത്ത് ഓവർ സൈഡിലേക്ക് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ RCBയുടെ സൈഡിൽ തോന്നുന്നത്. ഹേസൽവുഡിന്റെ ഇഞ്ചുറി എന്തോ ആണെന്ന് പറഞ്ഞ് കേൾക്കണ്ടായിരുന്നു. പുള്ളി അത് ഫിറ്റ് ആയോന്ന് അറിയില്ല. പുള്ളിയുടെ ഇതുപോലെ ഇരിക്കും. പുള്ളി ഉണ്ടെങ്കിൽ RCB അടിപൊളി സ്ട്രോങ് ആണ്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇവരുടെ ലെവലിൽ ഇനിയിപ്പോ സുയാഷ് ശർമ്മ എന്തായാലും മാറ്റം വരാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇവർക്ക് റാസിഖിനെ കൊണ്ടുവരാൻ സാധിക്കും. റസിഖ് സലാമിനെ കൊണ്ടുവരാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല പ്ലെയറാണ്. പുള്ളി ബാറ്റിംഗ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ബോളറാണ്. നല്ല പിക്ക് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഓഫ് കോഴ്സ്, അതെ. KKR സൈഡിലേക്ക് വരുമ്പോ നമ്മൾ ഇന്നലെ ഓൾറെഡി റിവ്യൂ പറഞ്ഞൊരു ടീമാണ്. KKR സൈഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള കീ പ്ലേയേഴ്സിനെ അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്ക്വാഡിൽ വലിയ ഷഫ്ലിംഗ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ആ കീ പ്ലേയേഴ്സ് എല്ലാം തന്നെ ആ ഒരു ലെവലിൽ ഉണ്ടാവും. പിന്നെ ഈഡൻ ഗാർഡൻസ് ഓഫ് കോഴ്സ് ഹോം ഗ്രൗണ്ടിലാണ് അവർ ആദ്യത്തെ മത്സരം കളിക്കാൻ പോകുന്നത്. അതിന്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ സ്ട്രോങ് ആയിട്ടുള്ള ലെവനെ ഇറക്കുക, ഫസ്റ്റ് മാച്ച് വിജയിക്കുക എന്നുള്ളതാണ്. ആകെ സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ ചേഞ്ചുകൾ മാത്രമാണ് KKR ഒരു ചെറിയ വെല്ലുവിളിയായിട്ട് അവിടെ നിലനിൽക്കുന്നത്. പിന്നെ അജിൻക്യ രഹാനയുടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ക്യാപ്റ്റൻ സൈഡിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലേയേഴ്സിന് മാക്സിമം ഫ്രീഡം കൊടുക്കുന്ന ഒരു താരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ. പിന്നെ നമുക്ക് KKRന്റെ നോക്കുവാണെങ്കിൽ ഡീകോക്കും നരേനും ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വെങ്കടേഷ് അയ്യര് 3 വരും, 4 രഹാന വരും, പിന്നെ റിങ്കു വരും, രമൺദീപ് വരും, പിന്നെ ഓൾറൗണ്ടർ ആയിട്ട് റസൽ ഉണ്ട് അവിടെ. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ട് അർഷിത് റാന ഉണ്ട്, വൈഭവ് അറോറ ഉണ്ട്. ഒന്നിലെ നോർക്കി അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ വരും. ഇവർ രണ്ടുപേരിൽ ഒരാൾക്ക് കളിക്കാൻ സാധിക്കുള്ളൂ. സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ നോർക്കി ആരെങ്കിലും ഒരാളെ ലെവലിൽ ഉണ്ടാവുള്ളൂ. പിന്നെ സ്പിന്നർ ആയിട്ട് അവിടെ വരുൺ ചക്രവർത്തി ഉണ്ടാവും. പിന്നെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇവിടെ ആയതുകൊണ്ട് വേണമെങ്കിൽ മായം മാർക്കണ്ടെ എന്ന ലെഗ് സ്പിന്നറെ ഇവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഓൾറെഡി ഇവിടെ സൈഡിൽ സ്പിൻ അറ്റാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി നരയൻ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിന്നേഴ്സ് ആണ് ഈ ഒരു സ്ക്വാഡിലെ. അല്ലെങ്കിൽ IPL തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിന്നേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ രണ്ട് സ്ക്വാഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവരുടെ RCBയുടെ ബാറ്റിംഗ് വേഴ്സസ് KKRന്റെ സ്പിൻ ആകാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് തോന്നുന്നു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മാച്ചാണ് ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ 200+ പോകുന്നുണ്ട്. 200+ പോകുന്നാണ് തോന്നുന്നത്. ഇവിടെ വലിയൊരു കൺസേൺ നോക്കുമ്പോൾ മഴയുടെ ഒരു ചാൻസ് അതൊക്കെ പറയുന്നുണ്ട്. വെതർ റിപ്പോർട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. കൊൽക്കത്ത ആയതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മഴ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിലെ കീ പ്ലേയേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കോഹ്ലി, സാൾട്ട്, നരൈൻ, റസൽ ഈ 4 പേരെ എന്തായാലും കീ പ്ലേയേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ടും വരുൺ ചക്രവർത്തി പീക്ക് ഫോമിലാണ് പുള്ളി നിൽക്കുന്നത്. അതെന്തായാലും അവർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. സോ ഇതാണ് KKR വേഴ്സസ് RCBയിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. ഒരു ഡ്രീം 11 എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഡ്രീം 11 ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഡ്രീം 11 നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും വെക്കുന്ന താരങ്ങളെ ഞാൻ പറയാം. ഉറപ്പായിട്ടും നരൈൻ ഞാൻ അവിടെ വെക്കും. നരൈൻ, കോഹ്ലി, സാൾട്ട്. പിന്നെ വെങ്കടേഷ് അയ്യറിനെ അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും ഓഫ് കോഴ്സ്. പിന്നെ ഇവരുടെ വരുൺ ചക്രവർത്തി അവിടെ വെക്കാൻ പറ്റും. പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഐ പ്രിഫർ ഹേസൽവുഡ്. അതെ. ഇതാണ് ഹർഷിത് റാന ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു 11 പറയുവാണെങ്കിൽ ഞാനിപ്പോ സെറ്റ് ചെയ്ത് വെച്ചാൽ 11 ഇങ്ങനെയാണ്. പട്ടിദാർ ഉണ്ടാവും, സോൾട്ട് ഉണ്ടാവും, കോഹ്ലി ഉണ്ടാവും, ലിവിങ്സ്റ്റൺ ഉണ്ടാവും, ഹേസൽവുഡ് ഉണ്ടാവും. ഇങ്ങനെ 5 പേരാണ് RCB എന്ന് ഞാൻ ഉദ്ദേശിച്ചാണ്. ഇപ്പൊ അവരുടെ കീ പ്ലേയേഴ്സ് ഇത്ര 5 പേരാണ്. പിന്നെ KKR നോക്കുവാണെങ്കിൽ ഡീകോക്ക് ഉണ്ടാവും, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. പിന്നെ നരേൻ ഉണ്ടാവും, പിന്നെ വെങ്കടേഷ് അയ്യര്, റസല്, വരുൺ ചക്രവർത്തി, പിന്നെ ഹർഷിത് റാന. 5, 6 ഇങ്ങനെ രീതിയിലാണ് ഞാൻ 11 എന്റെ ഒരു 11 കീ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ 2 ടീമിനും കൂടെ നോക്കുവാണെങ്കിൽ ഈ 11 പ്ലേയേഴ്സ് ഡ്രീമിലൂടെ എടുക്കുന്നവർക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ്. കാരണം നല്ലൊരു അതായത് ഈ ഒരു സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഡ്രീമിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ക്വാഡാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു പേഴ്സണലി തോന്നുന്നു എനിക്ക് KKR ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടൊരു സ്ക്വാഡാണ് RCB എന്ന് പറയുന്നത്. KKR ഓൾറെഡി അവിടെ കളിച്ചു വന്നിട്ടുള്ള ഒരു സ്ക്വാഡാണ്, കീ പ്ലേയേഴ്സ് ഉള്ള സ്ക്വാഡാണ്. സോ അതിന്റേതായ ഒരു പ്രശ്നമാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഒരു ടീമിനെ കുറിച്ച് നമുക്ക് ഒരു 4-5 മാച്ച് കഴിയാതെ ഒരിക്കലും നല്ല പ്രോപ്പർ ആയിട്ട് റിവ്യൂ പറയാൻ സാധിക്കില്ല.
പറയില്ല. അതെ, ഒരു 3 മാച്ച് കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പേപ്പറിൽ നമ്മളിപ്പോ അതായത് നമ്മളിപ്പോ പേപ്പറിലെ സ്കോഡും കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടാണ്, റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ റിവ്യൂ പറയുന്നത്. ഇപ്പൊ 2-3 മാച്ചസ് കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതനുസരിച്ച് നമുക്ക് നോക്കാം. അതെ. ഇനിയിപ്പോ ഇവരുടെ പ്രോബബിൾ ലെവലൊക്കെ ഇവര് കമന്റ് ആയിട്ട് പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇവര് കമന്റ് ബോക്സിൽ പറയട്ടെ. അതെ. നമ്മുടെ സൈഡും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഓരോ ദിവസം കൂടുതലും. സോ അതവര് പറയട്ടെ. മാക്സിമം എല്ലാവരും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നു. ഇസ്മി ഗോകുലർ ആൻഡ് ഹരി ബ്രോ സൈനിങ് ഔട്ട്.